ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതം മധുരം ചാനൽ. 5ാം ക്ലാസ്സിലെ കുട്ടികൾ പറയുന്നുണ്ട്, ടീച്ചറെ ഞങ്ങൾക്കുമില്ലേ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള ക്ലാസ്? ഷുവർ, തീർച്ചയായും. നിങ്ങളെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിന് മുന്നോടിയായിട്ട് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, നന്നായിട്ട് ചോദ്യമൊക്കെ വായിക്കണം കേട്ടോ. വായിച്ച് നന്നായിട്ട് നിങ്ങൾ ഓരോന്നും എഴുതി ചെയ്യണം. പരീക്ഷയ്ക്ക് അത് ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ 19-20 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന കൂട്ടത്തിൽ ടീച്ചർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്ത കൊല്ലത്തേക്ക് നിങ്ങൾക്ക് പ്രശ്നമില്ല. 6, 7 ഒക്കെ ടീച്ചർ കുറെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് താമസിക്കണ്ട അല്ലേ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് 19-20 വന്ന ചോദ്യപേപ്പറാണ്. ടീച്ചറിൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാൻ ഓരോന്നും പറഞ്ഞു തരാം. ഈ മോഡലൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. ആദ്യത്തേത് ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ എ സർക്കിൾ, ഒരു വൃത്തം വരയ്ക്കാം. അതിൽ എ പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? എ എന്നിടുക, 3 സെൻറ്റിമീറ്റർ ആരം. അവിടെ റേഡിയസ് ആരം നിങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കുക. ചില കുട്ടികളൊക്കെ എടുക്കുന്നത് എവിടുന്നാണെന്നറിയാവോ? 1ൻ്റെ അവിടുന്നാണ് എടുക്കുക. 1ൻ്റെ അവിടുന്നാണ് എടുക്കുന്നതെങ്കിൽ 3ന് പകരം 4 എടുക്കണം. കാരണം 1 തൊട്ട് 2-ലെത്തുമ്പോഴല്ലേ 1 സെൻറ്റിമീറ്റർ ആവുള്ളൂ. 2 തൊട്ട് 3-ലെത്തുമ്പം, 3 തൊട്ട് 4-ലെത്തുമ്പം ആദ്യത്തെ വരയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് 3 എടുത്താൽ മതി. ടീച്ചർ ആദ്യത്തെ വരയിൽ നിന്നാണ് എടുക്കുന്നത്. അവിടുന്ന് 3 സെൻറ്റിമീറ്റർ കറക്റ്റ് എടുത്തു, അളന്നെടുത്തതിന് ശേഷം ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയാവോ? നമ്മളിങ്ങനെ തിരിയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എവിടെയാണോ നമ്മൾ വരയ്ക്കുന്നത് അവിടെ കോമ്പസിൻ്റെ മൊന പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ പെൻസിലാണ് നീണ്ടു നിൽക്കുന്നതെങ്കിൽ ഈ പെൻസിലിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഒരൊറ്റ തിരിക്കൽ അങ്ങോട്ട് തിരിച്ചാൽ മതി. ഇവിടെ നോക്ക്, പതുക്കെ ഒന്നങ്ങോട്ട് തിരിക്കുക. കണ്ടോ? വരച്ചതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കണ്ട. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ഇതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇപ്പം നമ്മൾ എന്താണ് വരച്ചത്? 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ചു. ഇനി രണ്ടാമത്തെ ചോദ്യം അവിടെ പറഞ്ഞിരിക്കുന്നത് ബി, മാർക്ക് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ഈ വൃത്തത്തിൽ എന്ത് വരയ്ക്കണം? വ്യാസം വരയ്ക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വ്യാസം വരയ്ക്കണം. വ്യാസം, ഡയമീറ്റർ. എന്താണ് ഡയമീറ്ററും ആരവും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് അടുത്ത ചോദ്യം കൂടെ അവിടെ വരുമ്പോൾ കൃത്യമായിട്ടത് വരും. ഡയമീറ്റർ വരയ്ക്കുമ്പോൾ ഇവിടെ കേന്ദ്രത്തിലൂടെ കടന്നു പോകണം, സെൻറ്ററിലൂടെ. ഈ ചിത്രത്തിൽ നമുക്ക് എത്ര ഡയമീറ്റർ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. എങ്ങനെ വരച്ചാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ സെൻറ്ററിലൂടെ, ഇതാണ് സെൻറ്റർ, ഇതിലൂടെ കടന്നു പോകണം. ഇപ്പം നോക്കൂ, ടീച്ചർ ഇതിനൊരു ഡയമീറ്റർ വരച്ചു. ഇനി അവിടെ അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് ഡയമീറ്റർ. ഈ ഡയമീറ്ററിൻ്റെ, ഈ വ്യാസത്തിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദിസ് ഡയമീറ്റർ എന്ന് എഴുതുക. അങ്ങനെ എഴുതിയിട്ട് നമ്മൾ ലെങ്ത് ആണ് എഴുതേണ്ടത് അല്ലേ? എത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാവോ? ഞാൻ പറയാം, ഇത് അളക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. റേഡിയസ് എത്രയാ വന്നത്? റേഡിയസ് 3 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് ഡയമീറ്റർ എത്ര വരും? ഇതിൻ്റെ ഇരട്ടി വരും, 6 സെൻറ്റിമീറ്റർ. കാരണം ഇവിടുന്ന് ഇവിടെ വരെ നോക്കൂ, ഈ ഒരു ഭാഗം ഒരു 3 സെൻറ്റിമീറ്റർ ആണ്. വീണ്ടും ഇവിടുന്ന് ഇവിടം വരെ വരയ്ക്കുമ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു 3 സെൻറ്റിമീറ്റർ, അപ്പോൾ 6 സെൻറ്റിമീറ്റർ. ചിലപ്പോൾ നിങ്ങളോട് പറയും ഒരു പട്ടിക തരൂ കേട്ടോ. ഇങ്ങനെ ഒരു പട്ടിക തന്നിട്ട് വൃത്തം 2, 3 വൃത്തമൊക്കെ തരും. എന്നിട്ട് ഒരു വൃത്തത്തിലെ റേഡിയസും ഡയമീറ്ററും, ആരവും വ്യാസവും, ഇവിടെ 6 സെൻറ്റിമീറ്റർ ഡയമീറ്റർ തന്നു. അപ്പം ആര് എത്രയായിരിക്കും? ഇതിൻ്റെ പകുതി ആയിരിക്കും. ഇനി ഇവിടെ ചിലപ്പം എന്ത് ചെയ്യുന്നറിയാമോ? 4 സെൻറ്റിമീറ്റർ ആരം തന്നു. അപ്പം ഇവിടെ എത്ര വരും? 8 സെൻറ്റിമീറ്റർ ആയിരിക്കും വരിക. ഇനി ഇവിടെ 5 സെൻറ്റിമീറ്റർ വ്യാസം വന്നു. അപ്പം ഇവിടെ എത്രയാ വരിക? 2.5. ചില കുട്ടികൾക്കെങ്കിലും സംശയം തോന്നും. 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കുള്ള വലിയ വരയാണ് 2.5. അപ്പം 5ൻ്റെ പകുതിയാണ്.
അതായത് ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം, വ്യാസത്തിൻ്റെ ഹാഫ് പകുതിയാണ് ആരം. ഈ ബന്ധം നിങ്ങൾ പഠിച്ചു വെക്കണം. റിവിഷൻ ആയതുകൊണ്ട് ടീച്ചർ ആ ചോദ്യത്തിൽ മാത്രം ഊന്നി പറഞ്ഞില്ല, ഇതും കൂടെ ചേർത്ത് പറഞ്ഞതാണ്. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഈ വൃത്തത്തിൽ ഒരു വ്യാസം മാത്രമല്ല, അനേകം വ്യാസങ്ങൾ വരയ്ക്കാം. നമുക്ക് ഇഷ്ടം പോലെ വരയ്ക്കാം. മനസ്സിലായില്ലേ? ചിലപ്പം ഇവിടെ ഇങ്ങനെ ഒരു വര തരും, നോക്കൂ, ഇത് വ്യാസാണോ? അല്ല, സെന്ററിലൂടെ തന്നെ കടന്നു പോകണം. ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഈ ഒരു ചോദ്യത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു തന്നാണ്. അടുത്തത് ആക്ടിവിറ്റി 2, ഫ്രാക്ഷൻസ് ഇൻ ദ പിക്ചർ, അതായത് ചിത്രങ്ങളിലെ ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യത്തേത് നോക്കുക, ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട്. റൈറ്റ് ദ ഫ്രാക്ഷൻസ് ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഇൻ ഈച്ച് പിക്ചർ. ഓരോ ചിത്രത്തിലെയും ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ എഴുതുക. ചോദ്യം പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ടിവിറ്റി 2-ൽ ആദ്യം നോക്കാം. ഇവിടെ നോക്കൂ, ഈ ഒരു ചിത്രം എത്ര ഈക്വൽ പോർഷനാക്കി, എത്ര തുല്യ ഭാഗങ്ങളാക്കി നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇതിവിടെ 1, 2, 3, 4, 5, 6, 7, 8 തുല്യ ഭാഗങ്ങളാക്കി. അപ്പം ഇതിൻ്റെ ഡിനോമിനേറ്റർ, ഛേദം എന്ന് പറയുന്നത് എന്താണ്? 8 വരിക. മനസ്സിലായില്ലേ? ഛേദം ഡിനോമിനേറ്റർ 8, അതിൻ്റെ മുകളിലാണ് വരയ്ക്കുക. ഇനി നോക്കുക, ഷെയ്ഡ് ചെയ്ത ഭാഗം എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു? 1, 2, 3, 4, 5. അപ്പൊ ഇവിടെ ന്യൂമറേറ്റർ അംശം എന്ത് വന്നു? 5. കുറേ കുട്ടികൾ തന്നെയെങ്കിലും എന്ത് ചെയ്യുന്നു എന്നറിയാവോ? 5/8 പകരം ഇവര് എടുത്തു വെക്കുന്നത് 8/5 എന്ന് എഴുതി വെക്കും. ഈ ടീച്ചറെ ആൻസർ പേപ്പർ നോക്കുമ്പോൾ കാണുമ്പോൾ സങ്കടം വരും. കുട്ടികൾക്ക് അറിയില്ല എങ്ങനെ എഴുതണമെന്ന്. അതായത് ഒരു വൃത്തം വരച്ചാൽ ഈ വൃത്തത്തെ ഇപ്പം നോക്കൂ, ഇപ്പം ഞാൻ 4 തുല്യ ഭാഗങ്ങളാക്കി. ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ, ജസ്റ്റ് നിങ്ങളെ കാണിക്കാനാ. അപ്പം ഇവിടുത്തെ ഛേദം എന്ന് പറയുന്നത് 1, 2, 3, 4 എത്ര ഭാഗങ്ങളാക്കി? തുല്യ ഭാഗങ്ങൾ, അതാണ് ഛേദം. ഇനി ഒരു ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്താൽ ഇതാണ് അംശം, 4/1. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് തെറ്റിക്കരുത്. ഇനി അടുത്തത് ഇവിടെ മറ്റൊരു ചിത്രമുണ്ട്. അപ്പം നമ്മൾ എഴുതിയിട്ടോ. ഇനി ബി എഴുതാൻ നോക്കിയപ്പം ആകെ ഒരു പ്രശ്നം. നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇവിടെ നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 12. ഇനി ഇവിടെയോ 13, 14, 15. പിന്നെയോ 16, 17, 18, 19, 20. 20ഉം നടുക്ക് ഒരു 5 ഉണ്ട്. അപ്പൊ 25. അപ്പോ ആകെ ഈ ബി എന്ന ചിത്രത്തിലെ സമചതുരങ്ങളുടെ എണ്ണം 25. 25. ഇനി എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു നോക്കൂ. 1, 2, 3, 4. 4ഉം ഇവിടെ 5, 6, 7, 8, 9, 10, 11, 12. എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്? 25ൽ 12 ഭാഗമാണ് എന്ത് ഷെയ്ഡ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആകെയുള്ളത് 25, അതിൽ 12 ഭാഗം. ഇനി അടുത്ത നോക്കുക. ഇത് ഇത്തിരി ഗുലുമാലാണ് അല്ലേ? ഇവിടെ നോക്കൂ, സി. നമുക്ക് സി ഒന്ന് എഴുതി വെക്കാം. സി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു തരാം. ആകെ എത്ര സമചതുരങ്ങളുണ്ട് നോക്കുക. അതിന് വേണ്ടിയിട്ട് നീളത്തിൽ എത്ര എണ്ണം ഉണ്ട് നോക്കുക. 1, 2, 3, 4, 5. 5ഉം വീതിയിൽ 1, 2, 3, 4. അപ്പം ഇതിലാകെ 20 സമചതുരങ്ങളാണുള്ളത്. അപ്പം നമുക്ക് ഛേദം 20, ഡിനോമിനേറ്റർ. ഇതിലെത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു? ഇവിടെയാണ് കുട്ടികൾ തെറ്റിക്കുന്നത്. അപ്പം ഇവരെന്ത് ചെയ്യുന്നറിയാവോ?
നടുക്ക് 4 ഉണ്ട്, 5 6 7 8 9 10 11 12 13 14 എന്ന് എഴുതി വെക്കും. പക്ഷെ ആണോ? അല്ല. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ടീച്ചർ ഒരു സമചതുരം വരച്ചു. ഇത് ഞാൻ ഇങ്ങനെ പകുതിയാക്കിയാൽ ഇത് എത്ര? 2 തുല്യ ഭാഗങ്ങളായി. ഇനി ഇതുപോലെ മറ്റൊരു സമചതുരം വരച്ചു, ഇതിനെ 4 തുല്യ ഭാഗങ്ങളാക്കി. ഇപ്പം 4. ഇനി ഞാൻ ഇവിടെ മാത്രം ഒന്ന് പകുതിയാക്കിയാൽ, ഇനി ഞാൻ ഇവിടെയും കൂടി ആക്കി, ഈ ഒരു ഭാഗം കൂടി ആക്കി. നോക്കൂ, ഇത് എത്ര ഭാഗം? അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഇത് ഇങ്ങനെ എടുത്താൽ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഇനി അതല്ല, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ, നോക്കൂ, ഈ ഒരു ഭാഗം മാത്രം നോക്കിയാൽ അപ്പം ഇതിവിടെ ഇങ്ങനെ ആക്കണം. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ആക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഭാഗം വരും? 1 2 3 4 5 6 7 8. 8ൽ ഈ ഒരു ഭാഗം മാത്രമാണെങ്കിൽ 8ൽ 1. ഇനി ഇതും കൂടെ ചേർത്തു വരച്ചു. ഇങ്ങനെ 2 ഭാഗം ഷെയ്ഡ് ചെയ്താൽ ഒന്നുകിൽ നമുക്കിത് എഴുതാം, എന്ത്? ഇത്രയും ഭാഗം 1, ഇത് 2. ഇത് രണ്ടും കൂടെ ചേർത്താൽ, അതായത് ഈ ഒരു ചിത്രത്തിൻ്റെ ഈ പകുതിയും ഈ ഒരു ചിത്രത്തിൻ്റെ ഈ പകുതിയും ചേർത്താൽ ഇതുപോലൊരു ചിത്രമല്ലേ കിട്ടുക? അല്ലേ? സമചതുരല്ലേ? അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് എഴുതാം, ഇത് 1 2 3 4 5 6 7 8. 8ൽ എത്ര ഭാഗമാണ്? 2 ഭാഗം. അതല്ലെങ്കിൽ നമുക്ക് എഴുതാം, ഇത് ഇവിടെ നോക്കൂ, ഇതിങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തിട്ട് ഈ ഭാഗമാണ് ഇപ്പം നമ്മൾ ഷെയ്ഡ് ചെയ്തത്, ഈ ഭാഗവും ഷെയ്ഡ് ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു മുഴുവൻ സമചതുരം, ഇതൊരെണ്ണം മുഴുവൻ. പിന്നെ ഇത് രണ്ടും കൂടെ ചേർത്താൽ ഇതുപോലെ ഒരെണ്ണം കിട്ടില്ലേ? ഇല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 4 എണ്ണത്തിൽ 4 സമചതുരത്തിൽ 1 2, ഇത് രണ്ടും കൂടെ ചേർത്താൽ എന്തായി? 1 ആയി. അപ്പം 4ൽ 3. ഇപ്പം ഇവിടെ നമ്മൾ കണ്ടെത്തിയത് ഷെയ്ഡ് ചെയ്യാത്തതാണ്. ഷെയ്ഡ് ചെയ്തത് നോക്കുകയാണെങ്കിൽ ആകെ 4. 4ൽ ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഷെയ്ഡ് ചെയ്തു, 4ൽ 1. അപ്പം ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ കണ്ടെത്തി ഷെയ്ഡ് ചെയ്തത് 8ൽ 2. ഇതിൻ്റെ തുല്യമായ ഭിന്നമാണ് 4ൽ 1. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി നോക്കൂ, ആകെ 20 നമ്മളിവിടെ എഴുതി വെച്ചു. 20ൽ ഇവിടെ മുഴുവനുള്ളത് ആദ്യം നമുക്ക് എണ്ണാം. 1 2 3 4. ഇത് രണ്ടും കൂടെ ചേർത്താൽ 1 ആയി, 5. ഇത് 6, ഇത് 7, ഇത് 8, ഇത് രണ്ടും കൂടെ ചേർത്താൽ 9. അപ്പം 20ൽ 9. ഇനി അതല്ല, നമുക്ക് എന്ത് ചെയ്യണം? ഇതെല്ലാം പകുതിയാക്കുക. അപ്പം 20 എന്നുള്ളത് എന്തായിട്ട് മാറും? 40 ആയിട്ട് മാറും. 40 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഷെയ്ഡ് ചെയ്ത് നോക്കൂ, ഇവിടെ 1 2 3 4 5 6 7 8. ഇനി ഇത് പകുതിയാവും, 9 10, ഇത് 11 12 13 14 15 16 17 18. 40ൽ 18. ഇത് 2 രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? നമുക്ക് ഈ 2 രീതിയിൽ അത് ചെയ്യാം. ഇനി അടുത്തത്, ഇവിടെ അടുത്തൊരു ചോദ്യം, യു മേ ഡ്രോ എ പിക്ചർ, ഷെയ്ഡ് എനി പോർഷൻ ആൻഡ് റൈറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരച്ചിട്ട് അതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഭിന്ന രൂപം എഴുതണം. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 എണ്ണം അല്ലേ? അപ്പോൾ 3 എണ്ണത്തിന് ഓരോ മാർക്ക് വീതം കിട്ടും. ഇനി ഇഷ്ടമുള്ളൊരു ചിത്രം വരയ്ക്കണം, ഷെയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വൃത്തം വരയ്ക്കാം, ഇനി അതല്ലെങ്കിൽ ചതുരം വരയ്ക്കാം. ഒരു വൃത്തം വരയ്ക്കാം അല്ലേ? ഇവിടെ നോക്ക്, നമുക്ക് സിമ്പിളായിട്ടൊരു വൃത്തം വരച്ചു നോക്കാമല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ചിത്രമല്ലേ പറഞ്ഞത്? ഒന്നിൽ ചതുരവൃത്തം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ഒരു വൃത്തം വരച്ചു, കണ്ടോ? ഒറ്റ വരയ്ക്കിങ് എടുത്തു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്കിതിനെ തുല്യ ഭാഗങ്ങളാക്കണം അല്ലേ? ഇപ്പം നമുക്ക് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ മൂല വെച്ച് വരയ്ക്കാം. ഇവിടെ നോക്കുക, ഇത് വെച്ച് വരയ്ക്കുമ്പോൾ ഒരല്പം വിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ ഇവിടെ ഒന്ന് വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഭാഗം അടയാളപ്പെടുത്തി. അപ്പം ഈ ഒരു ഭാഗം എടുക്കുക, കോമ്പസിൽ എടുത്താൽ മതി. എന്താ ഇവിടെ നോക്കൂ, ഇത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി, ഇവിടെ അടയാളപ്പെടുത്തി.
ഇനി എന്ത് ചെയ്യണം? ഇത് നമുക്ക് യോജിപ്പിക്കണം. അപ്പം ഈ ചിത്രം വരയ്ക്കുന്നതിന് ഒരു മാർക്കുണ്ട് കേട്ടോ. ഇത് ഒരുമിച്ച് ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി, അപ്പോൾ എളുപ്പമായി. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സുഖമാണ്. ഇതാ കറക്റ്റ് സെൻറ്ററിലൂടെ പോയി കണ്ടോ. ഇനി അതേപോലെ ഇവിടെയും യോജിപ്പിക്കുക. എന്താ ഇനി ഞാൻ ഷെയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഭാഗമാണ്. ഇത് തന്നെ നമുക്ക് നന്നായിട്ട് സ്കെയിൽ കൊണ്ടൊക്കെ വെച്ച് വരയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്രയോൺ ഉണ്ടെങ്കിൽ ക്രയോൺ വെച്ച് വരയ്ക്കാം. ഇപ്പം ഇവിടെ നോക്കൂ, ഇതിപ്പോൾ ചിത്രം വരച്ചു. ഇനി ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗമാണെങ്കിൽ നമുക്കറിയാം ആകെ ഉള്ളത് 4 തുല്യ ഭാഗങ്ങൾ. ഷെയ്ഡ് ചെയ്യാത്തതാണെങ്കിൽ 1, 2, 3. ഷെയ്ഡ് ചെയ്തത് ചോദിച്ചാൽ ഒരു ഭാഗം. അപ്പം 4ൽ ഒരു ഭാഗം, പാർട്ട് 1/4 പാർട്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി. ഓക്കെ ആയില്ലേ? ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചോദ്യമൊക്കെ വായിച്ച് നന്നായിട്ട് ഉത്തരമൊക്കെ എഴുതി നല്ല ഫുൾ മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ ഇടാം. അപ്പം നമുക്കിതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അല്ലേ? പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക. കമൻറ്റുകൾ എഴുതാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ. ബൈ.